പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി ഇന്ന് ബംഗാളിലെത്തും. സംസ്ഥാനത്ത് TMC അക്രമ രാഷ്ട്രീയം തുടരുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇന്നലെ രാത്രി BJP MP ലോകറ്റ് ചാറ്റർജിയുടെ വാഹനം തൃണമൂൽ പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. കൂടാതെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് തമിഴ്നാട്ടിൽ പ്രചാരണം നടത്തും. 3 തെരഞ്ഞെടുപ്പ് റാലിയിലും റോഡ് ഷോയിലും നദ്ദ പങ്കെടുക്കും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലെത്തുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ സന്ദർശനത്തിന് അത്രത്തോളം പ്രാധാന്യവുമുണ്ട്. മറ്റ് വിശദാംശങ്ങൾ കൂടി. KP പ്രധാനമന്ത്രി ഇന്ന് 2 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തുന്നത്. അദ്ദേഹം ആദ്യം ബീഹാറിലൊരു റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞാണ് പശ്ചിമ ബംഗാളിലേക്ക് എത്തുന്നത്. ബംഗാളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അക്രമ രാഷ്ട്രീയം വളരെ സജീവമാകുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ വ്യാപക ആക്രമണം BJPക്ക് നേരെ നടത്തുകയാണ്. ഇന്നലെ രാത്രിയിലും BJPയുടെ സംസ്ഥാനത്തെ വനിതാ മുഖമായിട്ടുള്ള ലോക്കറ്റ് ചാറ്റർജി, ഹൂഗ്ലി MP കൂടിയാണ് ലോക്കറ്റ് ചാറ്റർജി. ഇന്നലെ ലോക്കറ്റ് ചാറ്റർജിയുടെ വാഹനം തകർക്കുകയും ലോക്കറ്റ് ചാറ്റർജിയെ തന്നെ ആക്രമിക്കുവാനുള്ള ശ്രമവും ഈ TMC പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഒപ്പം സന്ദേശ് ഗാലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോഴും ബംഗാളിൽ ഇങ്ങനെ നീറിപ്പുകയുകയാണ്. ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നു. കൂടാതെ ഇന്നലെ NIA ഉദ്യോഗസ്ഥർക്ക് നേരെ പോലും ബംഗാളിൽ ആക്രമണം ഉണ്ടാവുകയാണ്. ഇങ്ങനെ അക്രമ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയായുള്ള വാർത്തകൾ അത് ബംഗാളിൽ നിന്നും പുറത്തു വരുന്ന ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് BJP റാലിയിൽ പങ്കെടുക്കുന്നതിനായി പശ്ചിമ ബംഗാളിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ഇന്ന് പങ്കെടുക്കുന്നത്. വരും ദിവസങ്ങളിൽ വീണ്ടും പ്രധാനമന്ത്രി ബംഗാളിലേക്ക് എത്തുന്നുണ്ട്. ഇത്തവണ കടുത്ത മത്സരം തൃണമൂൽ കോൺഗ്രസിനും BJPക്കും ഇടയിൽ സംസ്ഥാനത്ത് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP പശ്ചിമ ബംഗാളിൽ ശക്തി തെളിയിച്ചിരുന്നു. 42 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഈ സംസ്ഥാനത്ത് ഉള്ളത്. അതിൽ BJP ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകടനമാണ് 2019 നടത്തിയത്. 18 സീറ്റുകൾ, 42-ൽ 18 സീറ്റുകൾ BJP വിജയിച്ചു. 2014 അതല്ലെങ്കിൽ അതിന് മുൻപുള്ള BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം എന്നത് കേവലം 1-2 സീറ്റുകളിലാണ് വിജയിക്കുന്നത്. 2014 അസൻസോളിലും ഡാർജിലിംഗിലും മാത്രമായിരുന്നു BJPക്ക് MP മാരുണ്ടായിരുന്നത്. പക്ഷെ 2019 അത് 2-ൽ നിന്നും 18 എന്ന വലിയ നമ്പറിലേക്ക് ഉയർത്തുവാൻ BJPക്ക് സാധിച്ചു. അതിനാൽ ഈ തവണ ഒരു 30-ലടുത്ത് സീറ്റുകൾ പശ്ചിമ ബംഗാളിൽ BJP പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മമതാ സർക്കാരിനെതിരെയുള്ള വലിയ ഭരണവിരുദ്ധ വികാരം അത് തങ്ങൾക്ക് അനുകൂലമാകും എന്നാണ് BJP ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ടുള്ള ശക്തമായ പ്രചരണം ബംഗാളിന്റെ മണ്ണിൽ BJP നടത്തുന്നത്. അതിനിടയിലാണ് ഈ അക്രമ രാഷ്ട്രീയം TMCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ വിഷയങ്ങൾ കൂടി ഉയർത്തിയുള്ള പ്രചരണമാണ് ഇപ്പോൾ ബംഗാളിൽ BJP നടത്തുന്നത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം NIA സംഘത്തെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനു മുമ്പും സന്ദേശ് ഖാലിയിലേക്ക് എത്തിയ കേന്ദ്ര സംഘത്തെ BJP നേതാക്കളെ അടക്കം ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ അക്രമികൾക്ക് മമതാ ബാനർജി കൃത്യമായ സഹായം നൽകുന്നു, ഒത്താശ ചെയ്യുന്നു എന്നുള്ള വിമർശനമുണ്ടായിരുന്നു. ഈ വിമർശനങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പുതിയ സംഭവവികാസങ്ങളും എത്തിയിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് സ്വാഭാവികമായി ഉയർന്നു വരുന്നത്. ഈ ഒരു പ്രതിഷേധം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വലിയ പൊതുവെയുള്ള വിലയിരുത്തലും. KP പൊതുവെ അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം TMC അക്രമങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ തന്നെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. കാരണം 2021 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ തൃണമൂൽ കോൺഗ്രസിന് ഭരണ തുടർച്ച ലഭിച്ചു കഴിഞ്ഞപ്പോൾ വ്യാപകമായ സംഘർഷമാണ് TMC ഗുണ്ടകൾ അഴിച്ചുവിട്ടത്. പ്രത്യേകിച്ച് അതൊരു വർഗീയ സ്വഭാവമുള്ള സംഘർഷമായി പിന്നീട് മാറിയിരുന്നു. കാരണം TMCയിലെ മുസ്ലിം ക്രിമിനലുകൾ ഈ ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുകയും വ്യാപകമായി ഹിന്ദു വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. അങ്ങനെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഏതാണ്ട് 2 ആഴ്ചക്കാലം ബംഗാളിന്റെ വിവിധ മേഖലകൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാവുകയും ധാരാളം ഹിന്ദു കുടുംബങ്ങൾ അസോമിലേക്കും മറ്റും പലായനം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ 2021 ഉണ്ടായതാണ്. അതിനുശേഷമാണ് പിന്നീട് സന്ദേശ് ഗാലി പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ബംഗാളിലെ ഉൾഗ്രാമങ്ങളിൽ ഇത്തരം അക്രമ സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഭരിക്കുന്ന TMCയുടെ അധികാരത്തിന്റെ മുഷ്കിൽ ഇത്തരം അക്രമ സംഭവങ്ങൾ ബംഗാളിൽ തുടർക്കഥയാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ
വളരെ ശക്തമാണ്. ഭാരതത്തിൽ ആകെ ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത്, അത് മമതാ ബാനർജിയാണ്. പക്ഷേ മമതാ ബാനർജി അധികാരത്തിലിരിക്കുന്ന ആ സംസ്ഥാനത്താണ് സ്ത്രീകൾക്കെതിരെ വ്യാപക ആക്രമണം സന്ദേശ് ഗാലിയിൽ ഉൾപ്പെടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇത്തരം വിഷയങ്ങളെല്ലാം BJP പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉയർത്തി കാണിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയും TMCയും തമ്മിലാണ് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രധാന മത്സരം. പഴയ CPMന്റെ ശക്തിദുർഗമാണ് പശ്ചിമ ബംഗാൾ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ CPMും കോൺഗ്രസും സഖ്യമായി മത്സരിച്ചിട്ട് പോലും അവിടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് കോൺഗ്രസിനോ CPMനോ വരാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ഒരു സീറ്റിൽ പോലും ബംഗാളിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ CPMന് MP ലോക്സഭയിലേക്ക് എത്തിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്ന് പശ്ചിമ ബംഗാളായിരുന്നു. 2004 നമുക്കറിയാം ദേശീയ തലത്തിൽ CPMന് 43 സീറ്റുകൾ ലഭിച്ചത് തന്നെ പശ്ചിമ ബംഗാളിൽ നിന്നാണ്. ഏതാണ്ട് 26-ലധികം സീറ്റുകൾ അന്ന് ലഭിച്ചത്. സ്വാഭാവികമായും ആ ശക്തിയൊന്നും ഇന്ന് CPMനോ കോൺഗ്രസിനോ ബംഗാളിൽ അവകാശപ്പെടുന്നില്ല. പക്ഷേ INDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു തിരിച്ചടിയാണ്. കാരണം 42 സീറ്റുകളിലും മമതാ ബാനർജി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. CPMും കോൺഗ്രസും ഇപ്പോൾ ഈ 42 മണ്ഡലങ്ങളിലും സഖ്യമായി മത്സരിക്കുന്നു. സ്വാഭാവികമായും ഈ INDA മുന്നണിയോട് അടുപ്പമുള്ള വോട്ടുകൾ വിഭജിക്കുവാൻ ഇത് കാരണമാകും. ഭരണവിരുദ്ധ വികാരത്തിന് അനുകൂലമായ വോട്ടുകൾ അത് സ്വാഭാവികമായും BJPയിലേക്ക് എത്താനുമുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒരു 30-നടുത്ത് സീറ്റുകൾ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. KP ഒപ്പം തന്നെ ഗൗതം, ഈ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് തമിഴ്നാട്ടിൽ പ്രചാരണത്തിലെത്തുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ആവേശമാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കിയത്. പൊതുവെ എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയ നേതാക്കളെ കളത്തിലിറക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വലിയ മുന്നേറ്റം നടത്താനുള്ള ഒരു നീക്കം, ഒരു ഇടപെടൽ തന്നെയാണ് BJP നടത്തുന്നത്. വലിയ സ്വീകാര്യതയും അതിന് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ ദേശീയ നേതാക്കൾ കേരളത്തിൽ ഉൾപ്പെടെ എത്താനുള്ളൊരു സാധ്യതയുമാണ് മുന്നിലുള്ളത്, അല്ലേ? ബംഗാൾ പോലെ തന്നെ BJP വലിയ മുന്നേറ്റം ലക്ഷ്യമിടുന്ന മറ്റൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. ദക്ഷിണ ഭാരതത്തിലെ പ്രത്യേകിച്ച് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് 39 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒരു വളരെ വിശാലമായ സംസ്ഥാനമാണ്. BJPയുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം തന്നെ ആപ്കി ബാർ 400 പാർ ഫിർ എക് ബാർ മോദി സർക്കാർ എന്നുള്ളതാണ്. ഈ തവണ നരേന്ദ്രമോദി സർക്കാർ 400-ലധികം സീറ്റുകൾ നേടി എന്ന പ്രഖ്യാപനമാണ് BJP നടത്തുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ തവണ 303 സീറ്റുകൾ നേടിയ BJPയെ സംബന്ധിച്ച് ഈ തവണ അത് 400-ലേക്ക് NDA കഴിഞ്ഞ തവണ 353 സീറ്റുകൾ വിജയിച്ചു. BJP ഒറ്റയ്ക്ക് 303. ഇതായിരുന്നു 2019-ലെ കണക്കുകൾ. അത് 400-ലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും ഉത്തര ഭാരതത്തിനപ്പുറം ദക്ഷിണ ഭാരതത്തിലെ ചില സംസ്ഥാനങ്ങളിൽ കൂടി മികച്ച മുന്നേറ്റം നടത്തിയേ മതിയാകും. മാത്രമല്ല BJP 50%-ലധികം വോട്ട് ഷെയർ ഈ തവണ ദേശീയ തലത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 37 ആയിരുന്നു. ഇന്നേ വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ 951 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കും 50% വോട്ട് വിഹിതം ഒരു തെരഞ്ഞെടുപ്പിലും ലഭിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അതിനാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50%-ലധികം വോട്ട് വിഹിതം രാജ്യത്തൊട്ടാകെ BJP ലക്ഷ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ തമിഴ്നാട്, കേരളം പോലെ മുൻപ് വലിയ ഒരു പ്രകടനം നടത്തിയിട്ടില്ലാത്ത സംസ്ഥാനങ്ങൾ അവിടെ കൂടി പാർട്ടിയുടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കി കൂടുതൽ സീറ്റുകളും വോട്ട് ഷെയറും ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്നും നേടുക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. അതിനാലാണ് ദക്ഷിണ ഭാരതത്തിലേക്ക് കൂടുതൽ കരുത്തുറ്റ നേതാക്കളെ പ്രചരണത്തിനായി എത്തിക്കുന്നത്. KP ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ JP നഡ്ഡ, അദ്ദേഹം BJP ദേശീയ അധ്യക്ഷൻ, അദ്ദേഹം ഇന്നലെ കോഴിക്കോട് MD രമേശിനായി റോഡ് ഷോ നടത്തി. അതിനുശേഷം ഇന്നിപ്പോൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ 3 BJP റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും. വൈകുന്നേരം ഒരു റോഡ് ഷോയിലും പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം പ്രധാനമന്ത്രിയും കേരളത്തിലേക്ക് വീണ്ടും എത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൻ്റെ ഡേറ്റ് സംബന്ധിച്ച ഒരു വ്യക്തത ലഭ്യമായിട്ടില്ല. തമിഴ്നാട്, കേരളം, കർണാടക തുടങ്ങിയ ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ കൂടി മികച്ച പ്രകടനം നടത്തി കൂടുതൽ സീറ്റുകൾ നേടി 400 എന്ന ലക്ഷ്യത്തിലേക്കാണ് BJP നടന്നു നീങ്ങാൻ ഉദ്ദേശിക്കുന്നത്. KP ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.